0.5% 1% എന്നുള്ള പേയ്മെന്റ് പ്ലാനിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ദുബായ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണും. 5000 ദിർഹംസ് ആണോ നിങ്ങളുടെ സാലറി, നിങ്ങൾക്ക് ഒരിക്കലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 10,000 ദിർഹംസ് ആണോ, പറ്റില്ല. 15,000 ദിർഹംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ നോക്കാം. അതല്ല, നിങ്ങളുടെ കയ്യിൽ 20,000 ദിർഹംസും പ്ലസ് സേവിങ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദുബായ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 20,000 ദിർഹംസ് സാലറി ഉള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പ്ലസ് സേവിങ്സും കൂടി ഉണ്ടെങ്കിൽ ആദ്യം ഏതൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡൗൺ പേയ്മെന്റ് ഉണ്ട്. അത് ചിലപ്പോൾ 20% ആയിരിക്കും, 10% ആയിരിക്കും, പ്ലസ് DLD വരും 4%. അതായത് 24% നിങ്ങൾ ആദ്യമേ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണം. അതിന് നിങ്ങളുടെ അടുത്ത് സേവിങ്സ് വേണം. പിന്നെ വരുന്നത് പേയ്മെന്റ് പ്ലാൻ ആണ്. 1% പേയ്മെന്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് 1% ആയിരിക്കില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 5% ഒക്കെ കയറി വരും. അപ്പോൾ ആ സമയത്തൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 10,000 സാലറി ഉള്ള ഒരാൾക്കൊന്നും അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു 20,000 സാലറി ഒക്കെ ഉള്ള ഒരാൾക്ക്